നമസ്കാരം. 2024 പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം എന്തുകൊണ്ടാണ് ബി.ജെ.പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി കൂടിയായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓടിപ്പിടിച്ച് പാലക്കാട് എത്തിയത്, കേരളത്തിലേക്ക് വീണ്ടും എത്തിയത് എന്ന് പലരും നെറ്റി ചുളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിന് കൃത്യമായ കാരണമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പല കണക്കുകളും ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം കിഴിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. അത്തരത്തിൽ ബി.ജെ.പിക്ക് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റുകളിൽ ഒന്ന് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്ന് തന്നെയാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വർഷത്തെ സ്ഥാനാർത്ഥിയായ സി കൃഷ്ണകുമാറിനെ തന്നെ അവിടേക്ക് മത്സരത്തിനായി നിയോഗിച്ചതും. എല്ലാം കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് എന്നത് കൃത്യമാണ്. 2014 നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി അവിടെ ജയിച്ചു കയറിയത് 1.25 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. എന്നാൽ ആ കുറി അവിടെ വലിയ തോതിലുള്ള വർധനവ് റേറ്റിൽ ഉണ്ടാക്കാനായിട്ട് ബി.ജെ.പിക്ക് കഴിഞ്ഞു. 2019 കോൺഗ്രസിൻ്റെ വി.കെ. ശ്രീകണ്ഠനാണ് പാലക്കാട് നിന്നും വിജയിച്ചു കയറിയത്. വെറും 12,000 താഴെ മാത്രം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വി.കെ. ശ്രീകണ്ഠൻ അവിടെ വിജയിക്കാൻ കഴിഞ്ഞത്. അക്കുറിയും അന്ന് കൃഷ്ണകുമാർ തന്നെയായിരുന്നു ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി. അവിടെ വലിയ തോതിലുള്ള ഒരു വോട്ടിംഗ് റേറ്റിൽ വർധനവുണ്ടാക്കാനായിട്ട് കൃഷ്ണകുമാറിന് കഴിഞ്ഞു. ആ ഒരു തരംഗം വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ ബി.ജെ.പിക്ക് പാലക്കാട് പിടിച്ചെടുക്കാൻ കഴിയും, പാലക്കാട് താമര വിരിയിക്കാൻ കഴിയും എന്ന് കേന്ദ്ര നേതൃത്വം കണക്ക് കൂട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മോദിയുടെ ഒരു അഡീഷണൽ പ്രസൻസ്, ഒരു ആഡ് പ്രസൻസ് കൂടി അവിടേക്ക് വന്നാൽ അത് വലിയ തരംഗമുണ്ടാക്കാൻ ബി.ജെ.പിക്ക് കഴിയുമെന്ന രീതിയിൽ കേന്ദ്ര നേതൃത്വം വിലയിരുത്തുകയും അങ്ങനെ നരേന്ദ്രമോദി തിരക്കുകൾക്കിടയിലും ഓടി പാലക്കാടേക്ക് എത്തുകയുമായിരുന്നു. എന്നാൽ പാലക്കാട് എത്തിയപ്പോൾ സ്ഥിതി ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല. വലിയ തോതിലുള്ള ഒരു സ്വീകരണമാണ് അദ്ദേഹത്തിന് അവിടെ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു ഇളക്കമുണ്ടാക്കാനായിട്ട് ബി.ജെ.പി അണികൾക്കിടയിലും മറ്റ് ആളുകൾക്കിടയിലുമൊക്കെ ഒരു വലിയ ഇളക്കമുണ്ടാക്കാനായിട്ട്, വലിയ ഒരു ഉത്സവ പ്രതീതി ഉണ്ടാക്കാനായിട്ട് നരേന്ദ്രമോദിയുടെ വരവിന് കഴിഞ്ഞുവെങ്കിൽ ഇക്കുറി തീർച്ചയായിട്ടും പാലക്കാട് താമര വിരിയിക്കാൻ കഴിയുമെന്ന് കേന്ദ്ര നേതൃത്വവും അതുപോലെ തന്നെ കേരള നേതൃത്വവും ഒക്കെ കണക്കുകൂട്ടുന്നു. സി കൃഷ്ണകുമാർ ഇപ്രാവശ്യം ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ പാർലമെൻറ്റിലേക്ക് എത്തും എന്ന പ്രതീക്ഷ തന്നെയാണ് പാലക്കാട് നിന്നും ഉള്ള അണികൾക്കും പ്രവർത്തകർക്കും നേതാക്കൾക്കും അതുപോലെ തന്നെ കേന്ദ്ര നേതാക്കൾക്കും ഒക്കെയുള്ളത്. കേരളത്തിൽ താമര വിരിയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമായിട്ട് തന്നെയാണ് പാലക്കാട് കണക്കാക്കുന്നത്. തൊട്ടടുത്ത തൃശ്ശൂരും അത്തരത്തിലുള്ള ഒരു വിജയപ്രതീക്ഷ കണക്കുകൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി മോദി എത്തും എന്നും ഇപ്പോൾ കേൾക്കുന്നുണ്ട്.